ഒരു കൺസ്ട്രക്ഷൻ അത് BOQ അടിസ്ഥാനപ്പെടുത്തിയുള്ള റേറ്റ് ആണോ അതോ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനപ്പെടുത്തിയുള്ള റേറ്റ് ആണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ളതും ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും കൃത്യതയുള്ളതും BOQ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. BOQ തയ്യാറാക്കണമെങ്കിൽ നിങ്ങളുടെ ഡ്രോയിങ് ഫൈനലൈസ് ചെയ്യണം. സ്ട്രക്ചറൽ ഡിസൈൻ ഉണ്ടെങ്കിൽ അത് ഫൈനലൈസ് ചെയ്യണം. എല്ലാ സംഗതികളും കംപ്ലീറ്റ് ചെയ്ത് എല്ലാ പ്ലാനിങ്ങും ഡ്രോയിങ്ങും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ BOQ പ്രിപ്പയർ ചെയ്യുന്നത്. ആ BOQ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ റേറ്റ് അനാലിസിസ് നടത്തുകയും ആ റേറ്റ് ഫൈനലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ കോസ്റ്റ് എടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ BOQ എന്ന് പറയുമ്പോൾ എന്തായാലും അത് മെഷർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ബില്ലാണ് കൊടുക്കുക. മെഷർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പേയ്മെൻറ്റ് നൽകുക. അതാണ് BOQ സിസ്റ്റം എന്ന് പറയുന്നത്. സ്ക്വയർ ഫീറ്റ് സിസ്റ്റം അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന സംഗതി, ഒരു പർട്ടിക്കുലർ വർക്കിന് ഒരു പ്ലിന്ത് ഏരിയ വെച്ചിട്ടുള്ള ഒരു സ്ക്വയർ ഫീറ്റ് പറഞ്ഞ് വർക്ക് എടുക്കുന്നു. പിന്നെ അതിനകത്ത് കുറേ തർക്കങ്ങൾ വരുന്നത് ഇത് സ്പെസിഫിക് ആകുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി പറയാത്ത വരുന്നപ്പോഴാണ് പലപ്പോഴും പ്രശ്നമുണ്ടാകുന്നത്. ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് കൊണ്ട് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. അതിനൊരു BOQ ബേസ്ഡ് ആണ് അതിൻ്റെ റേറ്റ് പറയുന്നത് എങ്കിൽ ഇത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം പറയുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമില്ല. അല്ലാതെ വരുമ്പോൾ ഒരു ഇപ്പോൾ തന്നെ ഒരു 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിയുന്നു എന്ന് വെക്കുക. ആ വീടിന് ഒരു 3 ബെഡ്റൂം, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, അങ്ങനത്തെ ഒരു കാര്യമാണ് ആ വീട്ടിലുള്ളത്. അതേ 2500 സ്ക്വയർ ഫീറ്റിൽ മറ്റൊരു വീട് പണിയുന്നു. അതിന് 4 ബെഡ്റൂമും 4 ടോയ്ലറ്റും ഉണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. അതാണ് അതിൽ വരുന്നൊരു സംഗതി. പിന്നെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് അസസ് ചെയ്തുകൊണ്ട് റേറ്റ് കൊടുക്കാനും അങ്ങനെ വർക്ക് ചെയ്യാനും കഴിയും. അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതെങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, വെൽ സ്പെസിഫൈഡ് ആയിരിക്കണം. നിങ്ങൾ പറയുന്ന സ്ക്വയർ ഫീറ്റ് റേറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന സ്ക്വയർ ഫീറ്റ് റേറ്റിൽ എന്താണ് ഉൾപ്പെടുന്നത്, ഏതൊക്കെ വർക്കുകളാണ് ഉൾപ്പെടുന്നതെന്ന് കൃത്യമായിട്ടും പറയാൻ കഴിയണം, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. ഇനി രണ്ടാമത്തെ കേസ്, ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ വെൽ സ്പെസിഫൈഡ് ആയിരിക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ രീതികൾ എന്താണ്, അതിലുപയോഗിക്കുന്ന മെറ്റീരിയലുകൾ എന്താണ്, അതിലുപയോഗിക്കുന്ന ഫിറ്റിങ്സിൻ്റെയൊക്കെ പ്രൈസ് എന്താണ്, അതിലുപയോഗിക്കുന്ന ടൈലിൻ്റെ പ്രൈസ് എന്താണ്, ഇതൊക്കെ വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ പ്രശ്നമില്ല. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വീട് പണിയുന്നു, ഫൗണ്ടേഷൻ ടു കീ ഹാൻഡ് ഓവർ വരെയാണത്. അത് വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞിരിക്കുന്നത്. ബൗണ്ടറി വാളോ യാർഡ് ലെവലിങ്ങോ ഒന്നും പറയുന്നില്ല. അത് സ്പെസിഫൈഡ് ആയിരിക്കും, അത് സ്പെസിഫിക് ആയിട്ട് പറയണം. ഇനി അതിൻ്റെ ഫൗണ്ടേഷൻ്റെ കേസ് എടുക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് റബിൾ മേസൺറിയാണ്, ഡ്രൈ റബിൾ മേസൺറിയാണ്. അതിൻ്റെ എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ ഡെപ്ത് 75 സെൻറ്റിമീറ്ററാണ്, അതിൻ്റെ വീതി 60 സെൻറ്റിമീറ്ററാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഓർഡിനറി സോയിൽ അപ് ടു എ ഡെപ്ത് ഓഫ് 75 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ആ നോർമൽ ഓർഡിനറി സോയിലിൽ 75 സെൻറ്റിമീറ്ററാണ് ആ കോൺട്രാക്ടർ എക്സ്കവേറ്റ് ചെയ്യുക. ഇനി അവിടെ ഹാർഡ് സോയിലോ കല്ലോ പാറക്കൂട്ടോ പൊട്ടിക്കേണ്ടി വന്നാൽ അത് ക്ലയൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ഇനി ഏറ്റവും ഇത്തിലൂടെ എളുപ്പം പറഞ്ഞാൽ, നിങ്ങൾ അതിൽ ഒരു CP ആൻഡ് സാനിറ്ററി ഐറ്റം എടുക്കുക. അതിൻ്റെ അകത്തൊരു ക്ലോസറ്റ്, ആ കോൺട്രാക്ടർ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ പറഞ്ഞിരിക്കുന്ന CP ആൻഡ് സാനിറ്ററി ഐറ്റംസ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നു, ഞാൻ ഒരു 15,000 രൂപയുടെ ക്ലോസറ്റ് ആയിരിക്കും ഈ വീട്ടിൽ പിടിപ്പിക്കാൻ പോകുന്നത്. പക്ഷെ ക്ലയൻറ്റ് ആവശ്യപ്പെടുകയാണ് എനിക്കൊരു 35,000 രൂപയുടെ വാൾ ഹാങ് ക്ലോസറ്റ് വേണം എന്ന് പറഞ്ഞാൽ ആ റേറ്റ് കോൺട്രാക്ടർ വഹിക്കേണ്ടതില്ല, ഈ ഡിഫറൻസ് ക്ലയൻറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോ ഐറ്റവും വെൽ ഡിഫൈൻഡ് ആയിട്ടും ഓരോ വർക്കും ചെയ്യാൻ പോകുന്ന വർക്ക് എന്താണെന്ന് വെൽ ഡിഫൈൻഡ് ആയിട്ടും വെൽ സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് വെൽ ഡിഫൈൻഡും വെൽ സ്പെസിഫൈഡുമായിരിക്കും. അങ്ങനെ കൃത്യതയോടുകൂടി ചെയ്താൽ, അല്ലെങ്കിൽ ഈ കോൺട്രാക്ടർ ആ ഡ്രോയിങ് ഫൈനലായി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു BOQ തയ്യാറാക്കി സ്ക്വയർ ഫീറ്റ് റേറ്റ് ചെയ്താലും വളരെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാം. ഏതൊരു സിസ്റ്റത്തിലാണെങ്കിലും ഒന്നാമതായിട്ട് അതിൻ്റെ പ്ലാനിങ് കൃത്യമായിരിക്കണം, രണ്ടാമതായിട്ട് അതിൻ്റെ ഡ്രോയിങ്ങുകളെല്ലാം തന്നെ ഫൈനലായിരിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ ഒരു കൃത്യതയുള്ള റേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അഡീഷണൽ വർക്കുകളും എക്സ്ട്രാ വർക്കുകളും പൊളിക്കലുകളും ഒക്കെ കൂടിക്കൊണ്ടേയിരിക്കും. ഇനി ഈ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റിൽ, ഒരു 10 കീ പ്രോജക്റ്റിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ വരുന്ന ഐറ്റങ്ങൾ ഏതാണെന്നും അത് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ എന്നുള്ളതും നമുക്ക് അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം.